നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. കോമത്ത് തറവാട് UAE കൂട്ടായ്മ സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തോടനുബന്ധിച്ച് കോമത്ത് ഹൈദറിന്റെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കോമത്ത് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബ കൂട്ടായ്മയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ സബീൽ പൊന്നാനി മുഖ്യപ്രഭാഷണം നടത്തി. 100ഓളം കുടുംബാംഗങ്ങൾ സംബന്ധിച്ച സംഘത്തിൽ കോമത്ത് സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു. UAEയിൽ ഉടനീളമുള്ള 220 സ്കൂളുകളിലെ ലൈബ്രറികളിലേക്കായി 65,000 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. 33ാമത് അബുദാബി അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശത്തെ തുടർന്ന് സ്കൂൾ ലൈബ്രറികൾക്കായി കൈമാറിയത്. കുട്ടികളിലെ വായനാ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനായാണ് നടപടി. പുസ്തകമേളയിൽ പങ്കെടുത്ത 77 പ്രസാധനാലയങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് അധികൃതർ വാങ്ങി ലൈബ്രറികൾക്ക് കൈമാറിയത്. വിദ്യാർത്ഥികളുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാനും സ്കൂളുകളിലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുകയും പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഒമാനിൽ നിന്ന് റൂതബുകൾ എത്തിത്തുടങ്ങിയതോടെ അലൈൻ മാർക്കറ്റിലെ ഈത്തപ്പഴ വിപണി സജീവമായി. നഗാൾ ഇനത്തിൽപ്പെടുന്ന റൂതബുകളാണ് വിപണിയിലെത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പ് 1 കിലോ റൂതബിന് 500 മുതൽ 1000 ദിർഹം വരെ വിലയുണ്ടായിരുന്നു. പിന്നീട് മാർക്കറ്റിൽ സുലഭമായതോടെ കിലോയ്ക്ക് 45 മുതൽ 50 ദിർഹം വരെയായി വില കുറഞ്ഞു. തേനൂറും മധുരമുള്ള റൂതബുകൾ വാങ്ങാൻ എത്തുന്നത് സ്വദേശികളാണ് അധികവും. അലൈനിലെ തോട്ടങ്ങളിൽ ഈത്തപ്പഴങ്ങൾ പഴുത്തു തുടങ്ങുന്നതോടെ അലൈൻ വിപണി കൂടുതൽ സജീവമാകും. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക. news@pravasibharati.com അല്ലെങ്കിൽ pravasibharati-radio@gmail.com. സാംസ്കാരിക വാർത്തകൾ നാളെ വീണ്ടും എത്തും. ഇതേ സമയം. നമസ്കാരം.